അലിയാസ് സ്മാരക വായനശാലയുടെ ആഭിമുഖ്യത്തിൽ എളങ്ങുന്നപ്പുഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ലഹരി വിരുദ്ധ സദസ്സ് നടന്നു. അലിയാസ് സ്മാരക വായനശാല സെക്രട്ടറി AN രവീന്ദ്രൻ സ്വാഗതവും സ്കൂൾ പ്രിൻസിപ്പൽ സോണി സുധീർ അധ്യക്ഷതയും വഹിച്ചു. സെക്രട്ടറി താലൂക്ക് ലൈബ്രറി കൗൺസിൽ KS രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ SA സനൽകുമാർ ലഹരി വിരുദ്ധ സന്ദേശം കൊടുത്തു. സുനിൽ ഹരീന്ദ്രൻ, ഷനോജ് കുമാർ KS ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. അലിയാസ് സ്മാരക വായനശാല ജോയിന്റ് സെക്രട്ടറി KC പ്രേമൻ നന്ദി പറഞ്ഞു. ലോക ലഹരി വിരുദ്ധ ദിനം സാമൂഹിക പ്രതിബദ്ധതയോടെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കി വേണ്ട രീതിയിൽ പ്രസക്തമായ ഒരു വിഷയം ഇവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പ്രയത്നിച്ച് നമ്മുടെ മുമ്പിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളുടെ ഒപ്പം വേദി പങ്കിടാൻ എനിക്കൊരു അവസരം കിട്ടിയതിൽ ഞാൻ വ്യക്തിപരമായി ആദ്യം നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. കുറച്ചു മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ വർഷത്തെ തീം എന്താണ് എന്ന് കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. ഒന്നുകൂടെ നിങ്ങളുടെ അറിവിലേക്ക് പറയാം. എവിഡൻസ് ഈസ് ക്ലിയർ, ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ. ആ തീം ഉൾക്കൊണ്ടാണ് ഇവിടെ വിശിഷ്ട വ്യക്തികൾ എത്തിയിരിക്കുന്നത്. ലഹരിയുടെ ഉപയോഗം വ്യാപകമാണ് എന്നുള്ളതിന്റെ തെളിവുകളുണ്ട്. അതിനെ മുൻനിർത്തി നമുക്ക് അത് പ്രിവെന്റ് ചെയ്യാനുള്ള എല്ലാ സ്ട്രാറ്റജീസും മുന്നോട്ട് കൊണ്ടുവരണം. അതിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റെപ്പാണ് ബോധവൽക്കരണം. ആ ഒരു കടമ, ആ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നമ്മുടെ അലിയാർ സ്മാരക വായനശാല ഏറ്റെടുക്കുകയും ഇവിടുത്തെ കുട്ടികൾക്ക് അതിനെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിനു വേണ്ടിയാണ് എല്ലാവരും എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ലഹരിയുടെ ഉപയോഗം ദൂരവ്യാപകമായ പ്രത്യാഘാതമാണ് ഉണ്ടാക്കുന്നത്. ഉപയോഗിക്കുന്ന വ്യക്തിയെ മാത്രമല്ല, കുടുംബത്തെയും സമൂഹത്തെയും ഒന്നോടെ ബാധിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണത്. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവരെ ഉൾപ്പെടെ ഒരു സമൂഹം മുഴുവൻ ഇതിനടിമയായി പോയാൽ നമ്മുടെ സമൂഹത്തിന്റെ ഭാവി എന്താകുമെന്ന് അറിയാലോ. അപ്പോഴ് ഈ ലഹരിയുടെ സ്വാധീനം വളരെ ശക്തമാണ്. അതിനേക്കാൾ ശക്തമായിരിക്കണം പ്രതിരോധം. ആ പ്രതിരോധത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് ബോധവൽക്കരണം ഉൾപ്പെടെയുള്ളത്. അപ്പം എന്നേക്കാൾ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് നല്ല രീതിയിൽ ആശയവിനിമയം നടത്താൻ കഴിവുള്ളവരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. ഈ പരിപാടിയിലേക്ക് നമുക്ക് തുടക്കത്തിലേക്ക് നമുക്ക് നീങ്ങാം. അതിൻ്റെ ലഘുവായ ഒരു വിവരം നമ്മുടെ പ്രിൻസിപ്പൾ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം നമ്മുടെ വായനശാലകളുടെ സംസ്ഥാന യൂണിറ്റായ സംസ്ഥാന ഗ്രന്ഥശാല സംഘം തീരുമാനിച്ച പ്രകാരം ജൂൺ 19, ഈ ഫോട്ടോയിൽ കാണുന്ന ജൂൺ 19 നമ്മുടെ കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ശ്രീ KN പണിക്കരുടെ PN പണിക്കരുടെ ചരമദിനവും, ജൂൺ 7 ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ തന്നെ മറ്റൊരു വലിയ സംഘാടകനും കേരളത്തിൻ്റെ സമുന്നത നേതാവുമായിരുന്ന ശ്രീ IV ദാസിൻ്റെ ജന്മദിനവും ഉൾപ്പെടുന്ന ദിവസക്കാലം ജൂൺ 19 മുതൽ ജൂലൈ 7 വരെ വായന പക്ഷാചരണമായി കേരളത്തിലെ മുഴുവൻ ഗ്രന്ഥശാലകളും ആചരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ എല്ലാ ഗ്രന്ഥശാലകളും ഈ ദിവസങ്ങളിൽ വിവിധങ്ങളായ സാമൂഹിക സാംസ്കാരിക പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായാണ് ഇന്ന് സംസ്ഥാന വ്യാപകമായി തന്നെ ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുവാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ലഹരി എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ദിവസവും നമ്മൾ പത്രമാധ്യമങ്ങൾ പറിച്ചു നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന കാര്യം, ലഹരി പിടിക്കാത്ത
ഒരു ദിവസം പോലും പത്രമാധ്യമങ്ങൾ റിപ്പോർട്ടുകളില്ല. ഈ കഴിഞ്ഞ ദിവസം 2 ടാൻസാനിയൻ സ്വദേശികളെ, ഒരു ഭാര്യയും ഭർത്താവിനെയും കോടികൾ വിലമതിക്കുന്ന കൊക്കൈൻ ക്യാപ്സൂളുമായി അവരുടെ വിഴുങ്ങി കോടികൾ വിലമതിക്കുന്ന കൊക്കൈൻ ക്യാപ്സൂളുമായി നമ്മുടെ അന്താരാഷ്ട്ര വിമാനത്താവളം പിടികൂടുകയും അങ്ങനെ വളരെ ആശങ്കാജനകമായ സാഹചര്യം, വളരെ നമ്മുടെ എല്ലാം തന്നെ നെഞ്ചെടുപ്പിക്കുന്ന സാഹചര്യം നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരു സമയത്താണ് ഇത്തരം ലഹരി വിരുദ്ധ സദസ്സുകൾ നമ്മൾ സംഘടിപ്പിക്കുന്നത്. കാരണം ഇത്തരം ഈ വേദിയിൽ ക്ലാസ് എടുക്കുന്നത് നമ്മുടെ ഞാറക്കലെ എക്സൈസ് വിഭാഗത്തിൻ്റെ തലവനായിട്ടുള്ള സനൽ സാറാണ്. മറ്റ് ഗുരുക്കന്മാരായ അധ്യാപകർ, ഞങ്ങൾ വായനശാലയോട് ഞാൻ എല്ലാവരും പേരെടുത്ത് പറയുന്നില്ല, കാരണം സമയത്രങ്ങളുണ്ട്. നമുക്ക് ഏറ്റവും പ്രധാനം ക്ലാസ്സാണ്, സംസാരമല്ല. പിന്നെ ഇവിടുത്തെ അധ്യാപകർ, അതുപോലെ നമ്മുടെ വായനശാലയുടെ കമ്മിറ്റി അംഗങ്ങൾ, ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള കമ്മിറ്റി അംഗങ്ങൾ, വിദ്യാർത്ഥികൾ, ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകം നിങ്ങളാണ്. ഞങ്ങളൊക്കെ അതിൻ്റെ പിന്നിൽ വരുന്ന ഘടകങ്ങളാണ്. ഇതിലെനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഈ ഇരിക്കുന്നതിൽ ബഹുഭൂരിപക്ഷം ആളുകളും പഠിച്ച സ്കൂളുകളാണ്. ഇത് തന്നെ ഞങ്ങളുടെ എല്ലാം മാതൃവിദ്യാലയം എന്ന നിലയിൽ പഠിക്കുമ്പോഴും ഇപ്പോഴും ഈ വിദ്യാലയവുമായി നല്ല ആത്മബന്ധം പുലർത്തിപ്പോരുന്ന ആളുകളാണ് ഞങ്ങളെല്ലാവരും. ഈ വിദ്യാലയവുമായി ബന്ധപ്പെട്ട എന്ത് പ്രശ്നം ഉണ്ടായാലും ഒരു പരിധിവരെ ഞങ്ങളെ വിളിക്കാറുണ്ട്, ഞങ്ങൾക്ക് കഴിയുന്ന സഹായം അതിൽ ചെയ്തു കൊടുക്കാറുണ്ട്. മറ്റൊരു കാര്യം, നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായും ഇവിടെ വേണം. പലരും പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് പാടില്ല. നമ്മൾ വളരെ ഗൗരവമായ ഒരു വിഷയം ചർച്ച ചെയ്യുന്നതിനാണ് ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. നിങ്ങൾ പഠിക്കുന്നത് പോലെ ആ വിഷയം പോലെ തന്നെ അതിപ്രധാനമായ ഒരു വിഷയമാണ് ഇവിടെ നമ്മൾ പഠിക്കുവാനായി അല്ലെങ്കിൽ മനസ്സിലാക്കുവാനായി ഒത്തുകൂടിയിരിക്കുന്നു. ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു നാൽക്കവലയിൽ വെച്ച് സംഘടിപ്പിക്കാം, അങ്ങനെ ചെയ്യാം. വായനശാലയ്ക്ക് ഒരു കുഴപ്പമില്ല. ഈ പറയുന്ന ജൂൺ 19 മുതൽ ജൂലൈ 7 വരെ നടക്കുന്ന വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി കേരളത്തിന്റെ വിദ്യാലയങ്ങളിലും ലൈബ്രറികളിലും ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത്. എങ്കിലും സ്കൂള് തിരഞ്ഞെടുക്കാനുള്ള കാര്യം തൊട്ടടുത്ത ദിവസം നിങ്ങൾ പത്രത്തിലോ ടിവിയിലോ കണ്ടിട്ടുണ്ടാവും. ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ വലയത്തിലായ കൂട്ടത്തിൽ 10-80ഓളം വിദ്യാർത്ഥികൾ, പ്രായപൂർത്തിയാകാത്ത 16 വയസ്സ് 15 വയസ്സ് മുതൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അതിൽ പെട്ടു എന്നുള്ളത് വളരെ ദുരന്തപൂർവമായ ഒരു കാര്യമായി ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ടാണ് വിദ്യാലയങ്ങളിൽ ഇത് കഴിഞ്ഞാൽ ഇന്ന് തന്നെ 11 മണിക്ക് ഞാറക്കൽ ഹയർ സെക്കൻഡറിയിലുണ്ട്. 11 മണിക്ക് ഇത് തന്നെ വിഷയം. ഞാറക്കൽ എക്സൈസ് ഇൻസ്പെക്ടർ തന്നെയാണ് അവിടെയും ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ സ്കൂളുകളിൽ ഇതിന്റെ പ്രാധാന്യം എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ വിദ്യാലയങ്ങൾ തിരഞ്ഞെടുത്തത്. കാരണം ഈ രാജ്യത്തിന്റെ ഭാവി ഭാഗധേയങ്ങളാണ് എൻ്റെ മുന്നിലിരിക്കുന്ന തിളക്കമുള്ള കണ്ണുകളോടെ, പ്രതീക്ഷയുള്ള സ്വപ്നം കാണുന്ന മനസ്സുകളോടെ എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. ഈ നാടിന്റെ ഭാവിയെ നിങ്ങളുടെ കുടുംബത്തിന്റെ മാത്രമല്ല ഈ രാജ്യത്തിന്റെ ഭാവിയാണ് നിങ്ങളുടെ കയ്യിൽ സുരക്ഷിതമായി ഉണ്ടാകേണ്ടത്. ആ നിങ്ങൾ വഴിതെറ്റിപ്പോയാൽ അത് ആ കുടുംബത്തിന്റെയോ നിങ്ങളുടെ രക്ഷിതാക്കളുടെയോ നഷ്ടമല്ല, അവരുടെ ദുഃഖം മാത്രമല്ല, അവരുടെ വ്യസനം മാത്രമല്ല, ഈ രാജ്യത്തിന്റെ വ്യസനമാണ്, ഈ നാടിന്റെ വ്യസനമാണ്. ഈ സമൂഹത്തിന്റെ ഭയവിഹുലതകളിൽ നിങ്ങളുടെ അത്തരം ഇടപെടലുകൾ വന്നു ചേരും എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക, ശ്രദ്ധയോടെ. അദ്ദേഹത്തിന് ഒരുപാട് അനുഭവങ്ങളുള്ള സാറാണ്, ഒരുപാട് അനുഭവങ്ങളാണ്. നമ്മുടെ ഗവൺമെന്റിന്റെ എക്സൈസ് വകുപ്പിന്റെ കീഴിൽ സേവനമനുഷ്ഠിക്കുന്ന ആ സാറ് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു പുതിയ വഴിത്തിരിവായി മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. 4 വരികളാണ്. ആ വരികൾ അദ്ദേഹം എഴുതി വച്ചിരിക്കുന്ന വരികളുടെ അർത്ഥം ഏതാണ്ട് ഇങ്ങനെയാണ്:
സ്വസ്ഥമായി ഉറങ്ങിയ നാളുകൾ അസ്തമിച്ചിരിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ പൊന്നോമനകളുടെ സ്വച്ഛന്തമായ ഉറക്കത്തിന്, സ്വസ്ഥമായ വളർച്ചയ്ക്ക് കണ്ണു തുറന്ന് കാതോർത്തിരിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെ എല്ലാവരും കടന്നു പോകുന്നു എന്നാണ്. ആ വരി ഇങ്ങനെ അദ്ദേഹം ആലപിച്ചു വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: എല്ലാം മറന്നൊന്നുറങ്ങിയ യാമങ്ങൾ, എല്ലാം മറന്നൊന്ന് ഉറങ്ങിയ യാമങ്ങൾ എന്നേക്കുമായി അസ്തമിച്ചു പോയി. ഇന്നിനി നമ്മിലൊരാളിൻ്റെ നിദ്രയ്ക്ക് മറ്റേയാൾ കണ്ണു ചിമ്മിടാതെ കാവൽ നിന്നിടണം. ഇനി ഞാൻ ഉണർന്നിരിക്കാം, നീ ഉറങ്ങുക. പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ, എന്തുകൊണ്ടാണ് ഞാൻ ഈ വരിയിൽ തുടങ്ങാൻ കാരണം? നിങ്ങളെപ്പോലെ നിങ്ങളുടേത് പ്രായത്തിന് സമാനമായ 2 പെൺകുട്ടികളുടെ രക്ഷകർത്താവാണ് ഞാൻ. ആ രക്ഷകർത്താവായ ഞാൻ ഇന്ന് കണ്ണു തുറന്ന് കാതോർത്തിരിക്കേണ്ട ഏറ്റവും അപകടകരമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നതെന്ന് ഏറ്റവും അധികം തിരിച്ചറിയുന്ന ഒരാൾ കൂടിയാണ്. കാരണം എന്താ? എവിടെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മേൽ ഒരു ദുരന്തം പതിയിരിക്കുന്ന കാഴ്ച എനിക്ക് കാണാൻ കഴിയും. ഞാൻ എന്തുകൊണ്ടാണ് ഇത്ര വലിയ സാഹിത്യപരമായ, ആലങ്കാരികപരമായ കവിതയുടെയൊക്കെ അകമ്പടിയോടുകൂടി തുടങ്ങാൻ കാരണം? ഒന്നുമല്ല, ഞങ്ങൾ എടുക്കുന്ന മയക്കുമരുന്ന് സംബന്ധമായ കേസുകൾ വളരെ പ്രത്യേകതയോടുകൂടിയാണ് ഈ സമീപകാലത്തെ കേസുകൾ കടന്നു പോകുന്നത്. 5-6 വർഷം മുമ്പ് ഒരു കേസ് എടുക്കുമ്പോൾ ആ മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെടുന്ന പ്രതിയുടെ പ്രായം 35-40 വയസ്സുള്ള പ്രതികൾ എന്നാൽ ഇന്ന് കണ്ടെടുത്തിരിക്കുന്ന 100 കേസുകളിൽ 98% കേസുകളിലും പ്രതികളാകുന്നത് 20 വയസ്സിൽ താഴെയുള്ള വിദ്യാർത്ഥികൾ അടക്കമുള്ള ബാല്യകൗമാരങ്ങൾ. ഒട്ടേറെ കുടുംബത്തിന്റെ പ്രതീക്ഷകളായിട്ടുള്ള പൊന്നോമന മക്കൾ ഏറ്റവും അപകടകാരികളായിട്ടുള്ള മയക്കുമരുന്നിന്റെ പാതയിലേക്ക്. ഈ മയക്കുമരുന്ന് എന്ന് പറയുമ്പോൾ സാധാരണക്കാരായ രക്ഷകർത്താക്കളൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, കുറച്ച് കഞ്ചാവ് പോലെയുള്ള സാധനങ്ങൾ. അതൊന്നും ഒന്നുമല്ലാതായി മാറിയിരിക്കുന്നു. നിങ്ങൾക്കറിയാം, ഒറ്റ തവണത്തെ ഉപയോഗം കൊണ്ട് പോലും മാരകമായ അപകടശേഷിയുള്ള MDMA പോലെയുള്ള LSD പോലെയുള്ള രാസലഹരികൾ ഒറ്റ തവണത്തെ ഉപയോഗം കൊണ്ട്, ഇത് വെറുതെ പറയുന്നതല്ല, ഏറ്റവും മാരകമായ രോഗങ്ങൾ, മരണത്തിന്റെ അവസാന ഘട്ടത്തിൽ മാത്രം തിരിച്ചറിയാൻ കഴിയുന്ന, ചികിത്സിച്ചു മാറ്റാൻ കഴിയാത്ത തരത്തിലുള്ള ഏറ്റവും മാരകമായ രോഗങ്ങളുടെ പാതയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുന്ന രാസലഹരികളുടെ ലോകത്തിലേക്ക് ഇന്ന് നമ്മുടെ വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ, നമ്മുടെ ബാല്യകൗമാരങ്ങൾ, നമ്മുടെ യൗവനങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. വളരെ നിസ്സാരമായിട്ട് ഇപ്പോഴും ചിരിക്കുന്ന ചില മുഖങ്ങളൊക്കെ കാണാം. എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് അതിന്റെ ലഹരിയെ കുറിച്ച് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനപ്പുറത്തേക്കൊരു ലോകമുണ്ട്. ആ ലോകത്തെ കുറിച്ച് നിങ്ങൾ ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് ഉറപ്പുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് 10-13 വർഷമായിട്ട് ഇത് നടക്കുന്നു. RCC പോലെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വരുന്ന ഡോക്ടേഴ്സ് ഒക്കെ പറയുന്ന ആ വാർത്തയുണ്ടല്ലോ, ഒന്ന് കേട്ട് നോക്കണം. എത്രയോ വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ RCC പോലെയുള്ള സ്ഥാപനങ്ങളിൽ, ഞാൻ പറഞ്ഞു വരാം അതിനെ കുറിച്ച്. അപ്പോ പറഞ്ഞു വരുന്നത് ലഹരിയുടെ അനിയന്ത്രിതമായ ഉപയോഗം വർദ്ധിച്ചു വരുന്നു. അതിന് ഇരകളാകുന്നത് ഒരു സംശയവുമില്ല നിങ്ങളെ പോലുള്ള വിദ്യാർത്ഥി സമൂഹങ്ങൾ, നിങ്ങളെ പോലുള്ള യൗവനങ്ങൾ, നിങ്ങളെ പോലുള്ള കൗമാരപ്രായക്കാർ ഏറ്റവും അപകടകാരികളായിട്ടുള്ള ലഹരിയുടെ പാതയിലേക്ക് എടുത്തു ചാടുന്ന കാഴ്ച. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഈ അറിഞ്ഞുകൊണ്ട്, അല്ലേ, വിവരവിദ്യാഭ്യാസം ഇല്ലാത്തവരൊന്നുമല്ലല്ലോ, എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ അറിഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള പദാർത്ഥങ്ങളുടെ പാതയിലേക്ക് എത്തുന്നത്? ഒരൊറ്റ മറുപടിയേ ഉള്ളൂ. ഇത് ഞാൻ പറഞ്ഞതല്ല, RCCയിലെ ഏറ്റവും പ്രമുഖനായ ഓങ്കോളജിസ്റ്റ്, ഏറ്റവും കാണപ്പെട്ട ദൈവം, ആരുടെ വേദന കൊണ്ട് പറയുന്ന ക്യാൻസർ രോഗികളുടെ കാണപ്പെട്ട ദൈവമായ ഡോക്ടർ പ്രശാന്തിനെ പോലെയുള്ള ആളുകൾ ഞങ്ങൾക്കുള്ള ക്ലാസ് എടുക്കാൻ വരുമ്പോൾ പറയുന്ന ഒരു വാചകമുണ്ട്: എന്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന രീതിയിലേക്ക് എത്തപ്പെട്ടത്? ഒരു അതിവേഗ ജീവിത സംസ്കാരത്തിന്റെ, ഒരു അടിച്ചുപൊളി സംസ്കാരത്തിന്റെ പാതയിലേക്ക് നമ്മൾ എടുത്തെറിയപ്പെട്ടിരിക്കുന്നു. ആ അടിച്ചുപൊളി സംസ്കാരം, ഈ അതിവേഗ ജീവിത ശൈലി നമ്മുടെ ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങള് എല്ലാ മേഖലകളിലും, നമ്മുടെ ഭക്ഷണ രീതിയിൽ, നമ്മുടെ വസ്ത്രധാരണ രീതിയിൽ, നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ, നമ്മുടെ ശരീരപ്രകൃതിയിൽ, ഇങ്ങനെ ഒട്ടനവധി മേഖലകളിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. 2 മാറ്റം ഞാൻ മലയാളിയുടെ ഏറ്റവും അപകടകരമായ ഭക്ഷണ രീതി മലയാളിയെ കൊണ്ടുപോയി എത്തിച്ചിരിക്കുന്ന ഒരു മേഖല. അത് എന്താണ് അതിന്റെ കാരണം? ഈ അതിവേഗ ജീവിതശൈലി. ഈ അതിവേഗ ജീവിതശൈലിയുടെ ഭാഗമായി നമ്മൾ എത്തപ്പെടുന്ന ചില മേഖലകൾ, ഒരു സംശയമില്ല. ആ മേഖലകളുടെ ഒന്നാമത്തെ മേഖലയാണ് ഡോക്ടർ പറഞ്ഞത്. ഏതാണ്? അതിവേഗ ജീവിതശൈലിയുടെ ഭാഗമായി നമ്മുടെ ഭക്ഷണ രീതിയിൽ വന്ന മാറ്റം. ഒരുപാട് ഈ ഭക്ഷണവും ഈ ലഹരിയും തമ്മിൽ വലിയ ബന്ധമുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്.
ഈ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.